വായുടെ ചുറ്റുണ്ടാവുന്ന കറുപ്പ്, മൂക്കുമേലെ കറുപ്പ്, അൺഈവൻ സ്കിൻ ടോൺ, പിഗ്മെന്റേഷൻ, ഡാർക്ക് സ്പോട്ട്, പാച്ചസ്, എന്ത് സ്കിൻ പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്കിത് ഈ കാണുന്ന ഒരു കമ്പ് ഉപയോഗിച്ചുകൊണ്ട് ഇതെല്ലാം തന്നെ ക്ലിയർ ചെയ്തുകൊണ്ട് നമ്മുടെ സ്കിന്നിനെ നല്ല ബ്രൈറ്റ് ആൻഡ് ഗ്ലോ ആക്കി കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അത് വേറെ ആരുമല്ല, നമ്മുടെ ലിക്വറൈസ് ആണ്. ലിക്വറൈസിന്റെ റൂട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇരട്ടി മധുരമാണ് കേട്ടോ. അത് വേരോ തണ്ടോ വാട്ട് എവർ ഇറ്റ്. അപ്പോൾ ആ ഒരു പീസ് അങ്ങ് എടുത്തിട്ട് നമ്മൾ ഈ കംപ്ലീറ്റ് പ്രോബ്ലം അങ്ങ് ക്ലിയർ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു റെമഡിയാണ് നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന രീതിക്ക് ഒരു ഓരക്കല്ല് എടുത്തിട്ട് അതിന്മേൽ അല്പം പാല് ചേർക്കുക. പാല് ചേർത്തിട്ട് നമ്മൾ ഈ ഒരു ലിക്വറൈസിന്റെ തണ്ട് നന്നായിട്ട് അങ്ങ് ഉരച്ചങ്ങ് എടുക്കുക കേട്ടോ. അതിന്റെ എക്സ്ട്രാക്ട് കംപ്ലീറ്റ് നമുക്ക് വരണം. ആ രീതിക്ക് നന്നായിട്ട് ഉരച്ചെടുക്കുക. പാൽ അലർജി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ചേർത്തിട്ട് ഉരച്ചെടുക്കുക കേട്ടോ, ഒരു പ്രശ്നമല്ല. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിന്റെ ഒറിജിനൽ പൗഡർ കിട്ടുകയാണെങ്കിൽ ഈ കാണിക്കുന്ന മെത്തേഡിൽ തന്നെ ആ ഒരു പൗഡർ ഉപയോഗിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ക്ലിയർ? ഇനി നമ്മൾ ഇതിനകത്തേക്ക് അടുത്തായിട്ട് ചേർക്കുന്നത് അല്പം മഞ്ഞൾപ്പൊടിയാണ്. ഇനി മഞ്ഞൾപ്പൊടി പറ്റാത്തവരുണ്ടെങ്കിൽ കസ്തൂരി മഞ്ഞൾ ചേർത്തോളൂ. ഓക്കെ, അതാവുമ്പോൾ നമുക്ക് എല്ലാവർക്കും എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും സൂട്ട് ആവുന്നതാണ് കസ്തൂരി മഞ്ഞൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു നമ്മുടെ സാധാരണ നോർമൽ ആയിട്ടുള്ള മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ട് വീണ്ടും അങ്ങ് ഉരച്ചെടുത്തിട്ട് ഈ കാണുന്ന രീതിക്കുള്ള പേസ്റ്റ് ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടേത് ഫേസിലങ്ങ് അപ്ലൈ ചെയ്യാം കേട്ടോ. മാക്സിമം ഇതൊരു 25-30 മിനിറ്റ് വെച്ചിരിക്കാനായിട്ട് നോക്കുക. അതുപോലത്തെ ഇത് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വേണം ചെയ്യാനായിട്ട്. വെയിലുള്ളപ്പോൾ ചെയ്യാൻ പാടില്ല, വെയിൽ പോയതിനു ശേഷം വേണം ചെയ്യാൻ. അതുപോലെ തന്നെ ഇത് ചെയ്ത് കഴിഞ്ഞ പാടെ നമ്മൾ ഒരിക്കലും പുറത്ത് പോവാത്ത ടൈമിൽ വേണം ഇത് ചെയ്യാനായിട്ട്. ഇത് അപ്ലൈ ചെയ്ത് നമ്മൾ ഈ ഒരു പാക്കൊക്കെ ഇട്ടതിന് ശേഷം ഒരിക്കലും പുറത്ത് പോകരുത്. വീട്ടിലിരിക്കുന്ന ടൈമിൽ വേണം ഈ ഒരു റെമഡി ചെയ്ത് വരാനായിട്ട്. അപ്പോൾ അത് ഏകദേശം നന്നായിട്ട് ഡ്രൈ ആയി വന്നതിന് ശേഷം ഞാൻ വെള്ളമൊക്കെ തൊട്ട് നന്നായിട്ട് വെറ്റാക്കിയതിന് ശേഷമാണ് അതങ്ങ് വൈപ്പ് ചെയ്തെടുക്കുന്നത്. കണ്ടല്ലോ, ഫസ്റ്റ് യൂസിൽ തന്നെ കിടിലാനായിട്ടുള്ള റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുക. അടിപൊളിയാണ്. ഇത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഞാൻ മേൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന എല്ലാ സ്കിൻ പ്രോബ്ലം ക്ലിയർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്കിൻ ടോൺ തന്നെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ലിക്വറൈസ് അറിയാനുള്ള അതിമധുരം നന്നായിട്ട് നമ്മുടെ സ്കിൻ ടോണിന് ഇൻക്രീസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഹെർബലാണ്. ഓക്കെ, അപ്പം മസ്റ്റായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ എന്തൊരു പാക്കും കാര്യങ്ങളും ഇട്ട് കഴിയുമ്പോൾ അത് വാഷ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ നല്ലൊരു ക്രീമോ ജെല്ലോ അപ്ലൈ ചെയ്യാനായിട്ട് പറയും. ഇത് എന്തിനാ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു പാക്ക് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ സ്കിന്ന് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു നന്നായിട്ട് ഫേസ് ഒക്കെ ഡ്രൈ ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന്റെ പേരിലും പിന്നെ നമുക്ക് ആ ചെയ്തതിന് റിസൾട്ട് പക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ ഇതാരും ഒഴിവാക്കരുത്. മസ്റ്റായിട്ട് നിർബന്ധമായിട്ടും നിങ്ങൾ ഈ ഒരു പാക്ക് ഏതൊരു പാക്ക് ഉപയോഗിച്ച് കഴിയുമ്പോൾ നല്ലൊരു ജെല്ലോ ക്രീമോ ഉപയോഗിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഈ രീതിക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം എന്തായാലും ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന് അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇനി ഈ ഒരു പുതിയ വെറൈറ്റി വീഡിയോ വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.